ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറേ ജോലികളായിരുന്നേ. ഇന്നുണ്ടല്ലോ, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൊതുകുവല പിടിപ്പിച്ചാട്ടോ. അത് കൊതുകുവലയുടെ തന്നെ ഉപയോഗമല്ലാതെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അടുക്കള ഭാഗമല്ലേ ഇത്. നമ്മുടെ ഗോവിന്ദ വിനോദ വ്ലോഗ്സിൽ നിങ്ങൾ കാണുമല്ലോ, ഇവിടെ ഈ കിളികൾക്കൊക്കെ നമ്മൾ തിന്നാൻ കൊടുക്കുവേ. അവർ എന്നെ കണ്ടില്ലേ, അവർ അകത്ത് കയറി വരുവേ. പിന്നെ കൊതുകും കയറുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഈ കൊതുക് വലയുടെ കൂട്ട് സ്റ്റീൽ നെറ്റും കൊണ്ട് വിരിച്ചാണ് എനിക്ക് ഉണ്ടാക്കി തന്നത് കേട്ടോ. അപ്പം ഞാനത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചേ. ഇപ്പോൾ നമുക്ക് അടുക്കള വാല് തുറന്നു വിടാം, ഇതങ്ങോട്ട് അടച്ചിട്ടാൽ മതി. അപ്പോൾ വെളിച്ചവും വരും, കാറ്റും കയറും. അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കേട്ടോ. ഇനി ഹാൻഡിലും ക്ലിപ്പ് ക്യാച്ചൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. അതുകൊണ്ട് ഇപ്പം തന്നെ അവർ വന്നു. അവർക്ക് നമ്മൾ കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. അണ്ണാനും കിളികളും അടത്തയും ഒക്കെ വരുവേ, കരിയിലപ്പടയും. അപ്പോൾ നമ്മളെ കണ്ടില്ലെങ്കിൽ അവരകത്ത് കയറി വരും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ശല്യപ്പെടുത്തും. മുയലും കോഴിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഒരു കുഞ്ഞ് ഹാൻഡ് എംബ്രോയിഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബീഡ്സ് വർക്കാണ് ചെയ്യുന്നത്. ഈസി ആയിട്ട് ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ഞാനത് ഒന്ന് കാണിക്കാമെന്നും കൂടെ വിചാരിച്ചിട്ടാണ് ഇന്ന് എടുത്തത്. ഇതുണ്ടല്ലോ, ഈ ഒരു പാക്കറ്റ് മുത്ത് മേടിച്ചാണ്ട് നിസ്സാര വില ഏതാണ്ട് ആകത്തുള്ളേ. അപ്പം നിങ്ങൾ ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു, ഒരു ചുരിദാർ നിസ്സാര വില, തുണി മോശമാണ് പക്ഷേ നല്ല വിലയായെന്ന് പറഞ്ഞില്ലേ, ടോപ്പിന് തുണി എടുത്തിട്ട്. അതേടെ ഏകദേശം ഇതുപോലത്തെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനത് കാണിക്കാമെന്ന് പറഞ്ഞ് ഞാൻ കാണിക്കുന്നില്ലേ. ഇതുപോലെ തന്നെ വർക്ക് ചെയ്തേക്കുന്നത്. പക്ഷേ നിസ്സാര നേരത്തെ പണിയുള്ളത്, വളരെ മോശം തുണിയായിരുന്നു. ഞാൻ കുറ്റം പറയുന്നതല്ല. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതുപോലെയൊക്കെ വരച്ച് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പൂവാണെങ്കിൽ പൂ വരച്ച് കൊടുക്കുക. ഇതുപോലെ ഇത് നമ്മൾ ഇന്നാൾ വരച്ചുകൊണ്ടാണ് ഞാൻ കാണിക്കാതെ വരച്ചത്. അപ്പം നമ്മൾ എത്ര ഭാഗമാണോ അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാട്ടോ ചെയ്യുന്നത്. കുറച്ച് ഭാഗം ചെയ്തല്ലോ. അപ്പം അതിൻ്റെ ആ തീരുന്ന ആ വര പോലെ അവിടെ വന്നു കഴിയുമ്പം നിങ്ങൾ അവിടെ കുത്തി ഇറക്കി വെച്ച് തിരിച്ച് കയറി വെച്ച് ആ നൂലിൻ്റെ ഇതിന് ടാസ്റ്റ് ചെയ്യാൻ ഒന്നുകൂടെ കാണിക്കുന്നുണ്ട്. ഞാനിത് കുറേ കണ്ടു കഴിയുമ്പോഴാണ് നമുക്കിത് ശരിയായില്ലെന്ന് തോന്നുന്നത്. അപ്പോൾ ഒരു 2-3 മുത്ത് നമ്മൾ ഇട്ടേച്ച് അതിൻ്റെ ആ നൂലേന്ന് വീണ്ടും കുത്തി അതിലേക്കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യണം. എന്നെങ്കിൽ അത് ടൈറ്റ് ആവുമോളെ. ഇപ്പോൾ ഈ നടുക്കുന്ന് നമ്മൾ വീണ്ടും ചെയ്യുമ്പോഴത്തേനും നടുക്കത്തെ ആ സൂചി ആ മുത്തിൻ്റെ അകത്തുനിന്ന് കണ്ടോ കുത്തിയേച്ച് വീണ്ടും അതേക്കൂടെ കയറ്റണം. അന്നേരം അവിടെ അനങ്ങാതിരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെയ്യുന്ന വർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഇളകിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ലല്ലോ. തന്നെയല്ലേ എങ്ങാനും ഒരു നൂല് പൊട്ടിപ്പോയാൽ എല്ലാം കൂടെ ഊരി അങ്ങ് പോവേ. അപ്പോൾ ഇത് തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ മനസ്സിൽ ഇതുപോലെ തന്നെ ഇപ്പോൾ ആ ലാസ്റ്റത്തെ മുത്ത് വയ്ക്കുന്നതിന് പകരം നമുക്ക് ഗോൾഡൻ ബീഡ്സ് വയ്ക്കുന്നതിന് പകരം നമുക്ക് ബുള്ളിയൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാവേ. ഇത് ഏറ്റവും ചെറിയ സൂചി എടുക്കണം. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഇത് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചില ബീഡ്സൊക്കെ ഈ സൂചിയിൽ കയറാണ്ട് വരും. ഇതിൻ്റെ അടിയിലെ ആ നൂല് കയറ്റുന്ന ആ ഭാഗം വലുതാണെങ്കിൽ കയറാതെ വരുമല്ലോ. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. അങ്ങനെ വരുമ്പം നമ്മൾ ആ സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ ആ ലാസ്റ്റത്തെ ആ ബീഡ്സിൻ്റെ സ്പേസ് നമ്മൾ ഇച്ചിരി കൂടുതൽ ഇട്ടേച്ച് വേണം ചെയ്യില്ല. അത് കയറിയിരിക്കുവേ. നല്ല ഭംഗിയത്. ഇതൊന്നും കളറ് പോകുന്ന ബീഡ്സൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ ഒരു പാക്കറ്റൊക്കെ മേടിച്ച് ഇഷ്ടംമാതിരി പ്രാവശ്യം ചെയ്തു. ഇതൊക്കെ നേരത്തെ മേടിച്ചിരുന്നു. ഞാനത് കഴിഞ്ഞിട്ട് കടയിലൊന്നും പോയിട്ടില്ല, ഒന്നും മേടിച്ചതൊന്നും അല്ലേ. നേരത്തെ മേടിച്ച് കണ്ടോ. ഇപ്പം ഞാൻ ശരിക്കും ഒന്നുകൂടെ കാണിക്കുന്നതാണ്. അതാ ഞാൻ ആദ്യം വേഗം അങ്ങ് പറഞ്ഞു വിട്ടെ. ഇത് കണ്ടോ, നമ്മൾ അത്രയും അങ്ങ് ചെയ്തിട്ട് അവിടുന്ന് അടിയിൽ നിന്ന് കുത്തിയേച്ച് ആ മുത്തേക്കടെ തന്നെ ബാക്കിയുള്ള 3 മുത്തിൻ്റെ ഇടയ്ക്കാണ് വെച്ച് നമ്മൾ ചെയ്തത്. 3-2 അതൊന്ന് സ്ട്രോങ് ആകാൻ വേണ്ടി അവിടെ ഒരു ബലത്തിൽ കണ്ടോ ഇളകുന്ന കണ്ടോ. അപ്പോൾ അത് സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഒന്നുകൂടി ആ സൂചിയും കൂടെ കയറ്റി വെച്ച് വീണ്ടും കണ്ടോ അനങ്ങത്തില്ല. ഇനി അത് അവിടെ കുത്തി ഇറക്കി വെച്ച് വീണ്ടും അടുത്ത ആ പ്രോസസ്സ് തന്നെ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുപോലെ തന്നെ ബാക്കി ചെയ്യുക. പിന്നെ നമ്മൾ ഈ പോലെയല്ലേ ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ നടുക്കുന്നുള്ളത് നമ്മൾ അതിനൊരു ഇച്ചിരി സ്ട്രോങ് ആയിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഞാനാണ് ഗോൾഡൻ ബീഡ്സും ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ ചെയ്യുന്നോർത്ത് കുഴപ്പമില്ല. അത് സ്ട്രോങ് ആകാൻ വേണ്ടി വീണ്ടും അതേലും ആ മറ്റേ ആ ബ്ലൂ പോലത്തെ ആ മുത്തേലും കൂടി ഒന്നും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തേക്കണേ. അന്നേരം അത് സ്ട്രോങ് ആയിട്ട് അവിടെ ഇളകാതിരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് അലക്കുകയൊക്കെ ചെയ്യും. നമ്മൾ അലക്കണമല്ലോ ഡ്രസ്സ്. അലക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കിടന്ന് മാറി മറിഞ്ഞൊക്കെ പോവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ആ നടുക്കത്തെ ചെയ്യുമ്പോഴും നടുക്ക് വന്നു കഴിയുമ്പം ആ നടുക്കിരിക്കുന്ന മുത്തിൻ്റെ അടിയിൽക്കൂടെ കുത്തി ആ മുത്തിൻ്റെ അതുകൂടി ഒന്ന് കയറ്റി എടുത്തോണം. ഇല്ലെങ്കിൽ അത് കറക്റ്റ് പോലെ വരത്തില്ല. അത് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ തെറ്റിച്ച് ചെയ്ത് നോക്കിയെങ്കിൽ അത് ശരിയാവും, നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കണ്ടോ, ഇപ്പോൾ ഇതും അങ്ങനെ തന്നെ ചെയ്യണം. നമ്മളെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ നിസ്സാര നേരത്തെ പരിപാടികളൊക്കെ ഉള്ളൂ ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണേ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്ത്. ആരും കമൻ്റൊന്നും ഇടുന്നില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ കമൻ്റൊക്കെ ഇടണം കേട്ടോ.
പിന്നെ ഗോവിന്ദ് വിനോദ വ്ളോഗ്സ് കയറി കാണണം, അവനെ പ്രോത്സാഹിപ്പിക്കണം, അതുപോലെ എന്നെയും പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.